നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്തസ്സത്തെയും അഭിഷേകവും ഒക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് 2004 ഡിസംബർ 7 2:30 മണിക്ക് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേ കളറിലെ കൃപാസനത്തിന്റെ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ വേണ്ടി ദൈവം നമ്മൾക്ക് ആ ദശവത്സരം 10 വർഷത്തിന് ശേഷം നൽകിയ പൂർത്തിയായപ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ 10 വർഷം പൂർത്തിയാകുന്ന സമയത്ത് നൽകിയതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ദൈവം ആരാണെന്നറിയുന്നു, ദൈവം എന്താണെന്നറിയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ദുർഘടഘട്ടങ്ങളിൽ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്നറിയുന്നു. അങ്ങനെ വലിയ സന്തോഷവും ആശ്വാസവും ആവേശവും നൽകുന്നതാണ് ഉടമ്പടി എന്ന സ്വർഗീയമായ പദ്ധതി. അതിൽ പങ്കെടുക്കാൻ വേണ്ടി കർത്താവ് നിങ്ങൾക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ അവസരം ഒരു ദൈവവിളി പോലെ സ്വീകരിക്കുന്നവരുണ്ട്, താൽക്കാലികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കരുതി ആ വഴിക്ക് ചിന്തിക്കുന്നവരുമുണ്ട്. പലതരം മനുഷ്യരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഉടമ്പടി ധ്യാനത്തിൽ ചില മോഡൽ സാക്ഷ്യങ്ങളെ എടുക്കും. കാര്യം ഉടമ്പടിയിൽ എല്ലാവർക്കും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമുള്ള ഒരു മാതൃകാ സാക്ഷ്യങ്ങളെയാണ് വചനവിശ്ലേഷണ പഠനത്തിന് അത് ഉടമ്പടിയുടെ ഒരു സ്റ്റഡി ക്ലാസ്സാണ്. എല്ലാ ചൊവ്വാഴ്ചയും അത് പ്രക്ഷേപണം ചെയ്യും. അതനുസരിച്ച് നിശ്ചിതമായി പഠിച്ച് ജീവിതത്തെ വചനാധിഷ്ഠിതമായി ഒരു മരിയൻ മധ്യസ്ഥതയിൽ മരിയൻ മാതൃകയെ സമീപിക്കുന്ന ആയിരങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുണ്ട്. ചിലർ ഈ കാര്യമാത്ത പ്രസിദ്ധക്കാർ, വയറ്റിപ്പിഴപ്പുകാർ, ചൊവ്വാഴ്ച ധ്യാനം പോലും കൂടാത്തവരുണ്ട്. ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറയണില്ല. വയറ്റിപ്പിഴപ്പുകാർ എവിടെ ചെന്നാലും അവർക്ക് തന്നെ അതിൻ്റെ അകത്ത് നിന്ന് മെച്ചം ഉണ്ടാക്കാൻ പറ്റും വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. വല്ല എളുപ്പമുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന വല്ലതൊക്കെ അവർ ചെല്ലത്തുള്ളൂ. നിങ്ങളുടെ ഈ നടപടിക്രമവും കാപട്യവും കൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിക്കുന്നതെന്നല്ലാതെ ദൈവതിരുസേന നിങ്ങളുടെ കാപട്യമാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തിരിച്ചെന്താ ചെയ്യണത്? ഞാനിതാണ് കാര്യമാത്ത വയറ്റിപ്പിഴപ്പിൻ്റെ ഒരാളാണ് ഞാൻ. എനിക്ക് ദൈവമൊന്നും പ്രശ്നമല്ല. എനിക്ക് ജോലി വേണം, വീട് വേണം, ജപ്തി മാറണം, പെൻഷൻ മാറണം, വേറെ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ ഉടമ്പടിയുടെ പല കാര്യങ്ങളും ഉഴപ്പി, പല കാര്യങ്ങളും ഉടമ്പടി പ്രകാരമല്ലാതെ ജീവിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാപട്യം മനസ്സിലാക്കിയാൽ പിന്നെ ദൈവം അടുക്കത്തില്ല. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ എപ്പോഴും ഓർക്കുക, തീർത്ഥാടനങ്ങൾ വരുന്നവർ എല്ലായിടത്തും പോകുന്നവരാണ്. എവിടെയെങ്കിലുമൊക്കെ അത്ഭുതപ്പാടുകളുള്ളപ്പോൾ അവിടെയൊക്കെ പോവുകയും പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പോലെ കൃപാസനത്തിൽ വന്ന് വീഴരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സത്യസന്ധമായിട്ട് മനുഷ്യൻ സുവിശേഷം ജീവിക്കാൻ മറിയത്തെ മാതൃകയാക്കി അതിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗീയ ദൗത്യമായ പ്രത്യക്ഷീകരണത്തോട് സർവ്വത്മന അർത്ഥവത്തായിട്ട് സഹകരിക്കാൻ മനസ്സുള്ളവർ വന്ന് ദൈവത്തെ കണ്ടുമുട്ടി നേരിട്ട് സംസാരിച്ച് കൈപിടിച്ച് നടക്കുന്ന ഒരു സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് മുന്തിയ നിലവാരമുള്ള ദൈവാനുഭവത്തിന് വേണ്ടി പരിശ്രമിക്കാതെ ചെറുകിട പരിപാടിയും ആക്കിയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഈ കാപട്യം വീണ്ടും
ദൈവതിരുസന്നിധിയിൽ എടുത്ത് ഉയർത്തരുത്. ദയവായിട്ട് വളരെ ശ്രദ്ധയോട് വേണം ഉടമ്പടിയുടെ ഓരോ ധ്യാനം കേൾക്കാനും. ഉടമ്പടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്തോ അതിൽ കൂടുതലല്ലാതെ കുറച്ചൊരിക്കലും ചെയ്യരുത്. ഞങ്ങളൊരു സാധാരണ വിശ്വാസിക്ക് എടുത്താൽ പൊങ്ങാവുന്ന ചെറിയ ഭാരങ്ങൾ മാത്രമേ തരത്തുള്ളൂ. അത് ഞങ്ങൾ തരുന്നതല്ല. ഈ ഉടമ്പടി പുസ്തകം വെറും 72 മണിക്കൂർ കൊണ്ടാണ് ഈ വലിയ പുസ്തകം എഴുതിയത്. അപ്പോൾ മനസ്സിലാവും കർത്താവിൻ്റെ അഭിഷേകം എന്തുമാത്രം ആ പുസ്തകത്തിലുണ്ടെന്ന്. അതിൽ അന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു ഉപവാസമുണ്ട്, ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അരമണിക്കൂർ ഒരു ദിവസം വചനം വായിക്കണം. ചൊവ്വാഴ്ച ഉടമ്പടി അപ്ഡേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് തട്ടിച്ച് വെച്ച് വചനാധിഷ്ഠിതമായ പഠനങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ ആതുര സേവനം ചെയ്യണം ആഴ്ചവട്ടങ്ങളിൽ. അതിനേക്കാളുപരി നിങ്ങൾ വിശ്വാസം കൈമാറണം.